എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാനിവിടെ അല്ലായിരുന്നു, വർഷങ്ങളായിട്ട് വിദേശത്തായിരുന്നു, അധ്യാപകനായിരുന്നു. തിരിച്ചു വന്ന് ഞാൻ കുറ്റപ്പുഴ താമസിച്ചപ്പോഴേ ഇവിടുത്തെ ഒരു സെയിൽസ് മാനേജറും എനിക്കൊന്ന് അക്കൗണ്ട്സും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ജേക്കബ് ഉണ്ടായിരുന്നു. സോ പുള്ളി അയൽവക്കക്കാരനായോണ്ട് പിട്ടാപ്പള്ളിയിലോട്ട് ആദ്യം വന്നു. പിന്നീടാണ് ഈ പിട്ടാപ്പള്ളിയുമായിട്ട് ചെറിയ കണക്ഷൻസ് ഒക്കെ വന്നത്. എൻ്റെ മോസ്റ്റ് ഓഫ് മൈ തിങ്സ് ആർ ഫ്രം ഹിയർ എന്ന് വെച്ചാൽ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഈ കഴിഞ്ഞ സമയത്ത് ഒന്നും ഇങ്ങോട്ട് വരാറില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒക്കെ ഒരുമാതിരിയൊക്കെ ഒരുക്കിക്കൊണ്ട് വന്നിട്ടില്ല. പിന്നെ എക്സ്പീരിയൻസ് ചോദിച്ചുകൊണ്ട് പറയാണ്, ഇപ്പോഴത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വണ്ടർഫുൾ തിങ്. അത് വണ്ടർഫുൾ എന്ന് പറയാൻ കാരണം ഞാൻ ഒരു 4-5 കടകളിൽ പോയി. അവിടെ ചെന്ന് ഞാൻ ഓരോ രീതിയിലും ഞാൻ പിന്നെ ഒരു കണക്ക് സാറായിരുന്നു, അതുകൊണ്ട് ഞാനിതെല്ലാം എഴുതിയിട്ടിട്ട് ഞാൻ വെച്ചുകൊണ്ട് ഇവിടെ വന്നു ഓരോ മാനേജേഴ്സിനെ കണ്ടത്. എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞ ഉടനെ ഒരാളിൻ്റെ മുഖം കണ്ടു, ആ പ്രകാശം കണ്ടു, പേര് ചോദിച്ചു കഴിഞ്ഞുകൊണ്ട് പറഞ്ഞ് മാനേജറാണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് സോ ഐ ജസ്റ്റ് റിലേറ്റ് വിത്ത് ഹിം. അങ്ങനെ സൈജു സാറുമായിട്ട് സംസാരിച്ചു. ഞാൻ സാറെന്ന് വിളിക്കാന്ന് വെച്ചാൽ എൻ്റെ മകൻ്റെ പ്രായമുള്ളെങ്കിൽ തന്നെ എനിക്ക് ഓണറിങ് ദി പൊസിഷൻ കണ്ട് സംസാരിച്ചു കഴിഞ്ഞുകൊണ്ട് എനിക്ക് മനസ്സിലായി പിട്ടാപ്പള്ളി ഈസ് സ്റ്റിൽ മൈ ഷോ. ഞാൻ ചോദിച്ചു, എനിക്കിങ്ങനെ ഒരു AC ഉണ്ട്, അത് പഴയ AC 10-30 വർഷമായിട്ടുള്ള കാരിയറുണ്ട്, അത് വിൻഡോ AC, അത് എൻ്റെ ചെറിയൊരു കപ്പാസിറ്റർ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊന്ന് മാറ്റി എനിക്ക് ഒരെണ്ണം വേണം, 1 ടൺ വേണമെന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റ്ലി സെൻഡ് ദി പീപ്പിൾ ടു സൂപ്പർവൈസ് ദി പ്ലേസ് ആൻഡ് ദെൻ ഫൈൻഡ് ഔട്ട് ദി പ്ലേസ് വെർ യു റിയലി വാണ്ടഡ് ടു ഫിക്സ് ഇറ്റ്. അങ്ങനെ അവർ വന്നു കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, സാറേ 1.5 വേണമെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് 1ൻ്റെ ആവശ്യമുള്ളൂ, കാര്യം ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അങ്ങനെ ഇവിടെ വന്നു, സംസാരിച്ചു, സാധനം പിന്നെ ഞാൻ ഇങ്ങോട്ട് വരേണ്ടി വന്നില്ല. So he sent that goods and I paid the money, and usually the people always think about the person who gave the check whether it will be okay or not. He said no problem. അങ്ങനെ നല്ലൊരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ. പിന്നെ ഇത് കഴിഞ്ഞ ഉടനെ ഇതിൻ്റെ ഒരു വാട്സാപ്പിൽ കൂടെ എനിക്കിത് വന്നിരുന്നു. എനിക്കത് സാധാരണ ഞാൻ ഒന്നിൽ ഗുഡ് ഓർ വെരി ഗുഡ്, എക്സലൻ്റ് എന്ന് പറയുന്നത് അത്രയ്ക്ക് നല്ലതാണെങ്കിൽ എക്സലൻ്റ് എന്ന് ഞാൻ പറയാറുള്ളൂ. അപ്പോൾ ഞാൻ അതിനെ ഒരു 2 എണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം എക്സലൻ്റ് ആയിട്ട് എനിക്കത് മനസ്സിലായില്ല. എന്തിനു ഞാൻ അത്ര എക്സലൻ്റ് ഇട്ട് എക്സലൻ്റ് ആയിരിക്കുമല്ലേ എന്നിങ്ങനെ മനസ്സിലായി. ദാറ്റ് മീൻസ് 2 എണ്ണം പിന്നെ നെക്സ്റ്റ് വെരി ഗുഡ്. അപ്പോൾ അങ്ങനെ എഴുതേണ്ട ഒരു സിറ്റുവേഷൻ ഈ കഴിഞ്ഞ ഫ്യൂ ഡേയ്സിന് മുമ്പുള്ള സംഭവം. അങ്ങനെ പിട്ടാപ്പള്ളിയുമായിട്ട് അങ്ങനെ ഒരു അവയർനെസ് അല്ലെ എനിക്ക് അതിനെപ്പറ്റി ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ദി ഹെൽപ്പ് ഫ്രം ഹിം ആൻഡ് ഇമ്മീഡിയറ്റ് ആക്ഷൻ, ദാറ്റ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ്. കസ്റ്റമർ റിലേഷൻഷിപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഷോപ്പ് ഓർ എനിത്തിങ്. ഒരു സ്മൈലിങ്, യു ആർ ലൂസിങ് എനിത്തിങ് അല്ലേ. ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ഞാൻ പലയിടത്തോടും പറയും, ആ ചിരിയാണ് മറ്റുള്ളവരെ ആകർഷിക്കുന്നത്. അപ്പോൾ അത് സൈജുവിൽ അത് ഞാൻ കണ്ടത്. എനിവേ, ഐ ആം സോ ഹാപ്പി അബൌട്ട് ദി പിട്ടാപ്പള്ളി ഡീലിംഗ്സ് ആൻഡ് എവറിത്തിങ്, ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ കോളിംഗ്.